നമസ്കാരം, എൻ്റെ പേര് നന്ദന. ഞാൻ ബിജുവിൻ്റെ മകളാണ്. കഴിഞ്ഞ ദിവസം നടന്ന റീയൂണിയനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നത്. ആദ്യം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടം തന്നെ ആയിരുന്നേനെ. കാരണം ഞാൻ ജസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഒരു ടീച്ചേഴ്സ് സ്റ്റുഡൻറ്റ് തമ്മിലൊരു ഇൻട്രാക്ഷൻ, പിന്നെ ടീച്ചേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ജസ്റ്റ് അവർ തമ്മിലുള്ള ഒരു കുറച്ച് നേരത്തെ കോൺവെർസേഷൻ കഴിഞ്ഞ് പിരിയുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിൽ നിന്നും ഭയങ്കര വ്യത്യസ്തപ്പെട്ട പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്നലത്തേത്. കാരണം ഭയങ്കര വെറൈറ്റി മീൻസ് ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുമോ അതത്രയും ചെയ്താണ് ഇന്നലത്തെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തത്. ആദ്യം ഞാൻ വിചാരിച്ചു ഭയങ്കര ബോറായിരിക്കും, കാരണം എല്ലാം ഫ്രണ്ട്സ് മാത്രം വരുന്നു, അപ്പോൾ അവർ തമ്മിൽ ടീച്ചേഴ്സ് ഇൻട്രാക്ഷൻ, ഭയങ്കര സ്പീച്ച്, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഒരു തരത്തിലുമുള്ള ബോറടി എനിക്ക് അനുഭവപ്പെട്ടില്ല. ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് തീരുന്നിടം വരെ വളരെ എൻജോയ്മെൻറ്റിലായിരുന്നു പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം എന്തൊക്കെ മാർഗങ്ങളിലൂടെ ഇതിനെ വെറൈറ്റി ആക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇതിനെ നല്ലൊരു ഇതിലെത്താൻ കഴിയുമോ, അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഡിജിറ്റൽ ടെക്നോളജീസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ടായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം എനിക്ക് തോന്നിയത്. കാരണം ഇതിൽ ഒത്തിരി ഫ്രണ്ട്സിന് മിക്ക ഫ്രണ്ട്സും എത്തിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഫ്രണ്ട്സിന് എത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവർക്ക് ലൈവായിട്ട് പ്രോഗ്രാം ഗൂഗിൾ മീറ്റ് വഴി കാണിച്ചു കൊടുത്തു. പിന്നെ യൂട്യൂബിൽ ലൈവ് ടെലികാസ്റ്റ് പോയി. പിന്നെ വീഡിയോ, ഫോട്ടോ, അങ്ങനെ എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം യൂസ് ചെയ്ത് അടിപൊളി ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പം അച്ഛൻ ജോലി ചെയ്യുന്നത് എറണാകുളത്താണ്. അപ്പം അച്ഛൻ വീക്കെൻഡിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് വീക്കെൻഡ്സിൽ വന്നാൽ ഫുൾ ടൈം ഫോണിലാണ്, മിക്ക ടൈമും ഫോണിൽ ഇങ്ങനെ. അപ്പം ഞങ്ങളും പറയും ഇങ്ങനെ എന്താ, അപ്പോൾ ഇങ്ങനെ പറയും May 17 ഇങ്ങനെ ഒരു റീയൂണിയൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയുള്ള ഐഡിയാസ് എല്ലാം ഇങ്ങനെ. അപ്പം ഞങ്ങൾ പറയും ഇത് റീയൂണിയൻ അല്ലേ, പക്ഷെ ഇത്രയും ഇങ്ങനെ ഉണ്ടോ. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഇന്നലെ കാണാൻ സാധിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് ഇവരെ ഈ കോർഡിനേഷൻ തന്നെയാണ്. അപ്പം ഒരു കോർഡിനേഷനിലൂടെയാണ് ഇന്നലത്തെ പ്രോഗ്രാം ഇത്ര വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓരോ ഇതും കറക്റ്റ് വേയിൽ, കറക്റ്റ് ടൈമിങ്ങിൽ, ഒരു ലാഗോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തും ഒരു പോരായ്മ പറയാൻ വേണ്ടി തോന്നിയില്ല. അത്ര നല്ല പരിപാടിയായിരുന്നു. പിന്നെ എനിക്ക് ഇതിൽ എല്ലാവരെയും അറിയില്ല, പേരൊന്നും അറിയില്ല. അപ്പം എനിക്കങ്ങനെ ആരെയും എടുത്തു പറയാൻ അറിയില്ല. അത് പിന്നെ പറഞ്ഞ് കേട്ടിടത്തോളം കുറച്ച് പേരെ മാത്രമേ അറിയുള്ളൂ. ഫുൾ ടൈം ഇതിനു വേണ്ടി നിന്ന് സ്പെൻഡ് ചെയ്തു. എല്ലാ സപ്പോർട്ടും, അപ്പം ഒരു യൂണിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എല്ലാ തരത്തിലും ടീച്ചേഴ്സ്, കാരണം ഇത് നല്ല ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം 38 വർഷങ്ങൾക്ക് ശേഷം അവർ പഠിപ്പിച്ച അധ്യാപകരെ കണ്ടെത്തി എല്ലാവരെയും കറക്റ്റ് സമയത്ത് കറക്റ്റ് ഡേയിൽ എത്തിക്കാൻ സാധിച്ചു. അപ്പം അതിന് പിന്നിലൊരു ഗ്രൂപ്പ്, നല്ലൊരു ഹാർഡ് വർക്ക് ഇല്ലാതെ ഒരിക്കലും സാധിക്കില്ല. പിന്നെ ഓരോ കാര്യങ്ങളും സ്റ്റാർട്ടിങ് മുതൽ തീരുന്നിടം വരെ ചെയ്ത ഓരോ കാര്യങ്ങളും ഭയങ്കര എഫക്റ്റായിട്ട് തോന്നി. പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ഞാൻ ആദ്യം വരാൻ എനിക്ക് ഭയങ്കര ബോറായിരിക്കും, കാരണം സ്പീച്ചൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ എനിക്ക് ഒരു തരത്തിലുമുള്ള ബോറടി അനുഭവപ്പെട്ടില്ല. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇവരെ ഓരോ ഡിജിറ്റൽ, അതായത് ഓരോ ടീച്ചേഴ്സിനെ പറ്റിയുള്ള അവരെ ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ എല്ലാം, പിന്നെ പഴയ പിക്ചേഴ്സ്, പുതിയ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് അത് മെർജ് ചെയ്യുന്നതായിക്കോട്ടെ, സൗണ്ട് സിസ്റ്റം, പിന്നെ നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടി ഒരു പാട്ട്, അതൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒന്നും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരെണ്ണം കണ്ടിട്ടില്ല. അപ്പം അതിൽ ഓരോരുത്തരോടും ഭയങ്കരമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. പിന്നെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത് നിങ്ങളെ യൂണിറ്റി കൊണ്ട് മാത്രം തന്നെയാണ് ഇത്രയും വിജയകരമാക്കാൻ സാധിച്ചത്. ഓരോരുത്തരും ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്നു. വളരെ നന്നായിട്ട് തന്നെയാണ് ഇന്നലെ സംഘടിപ്പിച്ചത്. പിന്നെ ഇനി എന്നും ഇങ്ങനെ തന്നെ നിങ്ങളുടെ സുഹൃത്ത് ബന്ധം ഓരോരുത്തരിലും പ്രകടമാകട്ടെ എന്ന് കരുതുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.